നമസ്കാരം. കത്രിക കൊണ്ട് കത്രിക പൂട്ടുമുറിക്കാൻ PV അൻവർ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി. 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും കൺവെൻഷനുകളും കഴിഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറും രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ആരുടേതുമാകട്ടെ, നേതാക്കൾ സംസാരിച്ചു നിൽക്കെ സ്ഥാനാർത്ഥി പിന്നീടേ വരികയുള്ളൂ. ആളും ആരവും മുദ്രാവാക്യം വിളികളുമായി സ്ഥാനാർത്ഥിയുടെ വരവ് രംഗം കൊഴുപ്പിക്കും. വന്നയുടൻ സ്ഥാനാർത്ഥിയുടെ മാസ് പ്രകടനമാണ്. കണ്ടവരെയെല്ലാം കെട്ടിപ്പിടിച്ച് DCC പ്രസിഡന്റ് VS ജോയിക്ക് മുത്തം നൽകി സ്നേഹം വാരി വിതറിയായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ വരവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാരഥി ആര്യാടൻ ഷൗക്കത്താണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ തേരാളി. Selfie pulla, give me a selfie pulla, give me a let's take a selfie pulla, give me a selfie pulla, give me a let's take a selfie pulla. ഉമ്മ എന്താ ഉമ്മ. അയ്യോ ചേച്ചി, അയ്യോ എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അഭിമാനായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മയെ വെച്ച് അമിട്ടായിരിക്കണം. പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നത്. ഏത് കൊമ്പനായാലും ഏത് കൊമ്പത്തെ കൊമ്പനായാലും ജയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പാഠം 1. മനസ്സിലില്ലാത്തത് മുഖത്ത് വേണം, മനസ്സിലുള്ളത് മുഖത്ത് വരാനേ പാടില്ല. മുഖ്യമന്ത്രി സംസാരിച്ചു നിൽക്കുകയായിരുന്നു ഇടതു സ്ഥാനാർത്ഥി M സ്വരാജിന്റെ വരവ്. പ്രസംഗം നിർത്തി സ്വരാജുമായി കൈകോർത്ത് കൈ ഉയർത്തി ചങ്ങല തീർത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രകടനം. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വരവാണ്. അപ്പൊ കുഞ്ഞമ്പൂച്ചേട്ടന്റെ വോട്ട് എനിക്ക് തന്നെ. എന്റെ ഒരു വോട്ട് കിട്ടിയ താൻ ജയിക്കുന്ന ഉറപ്പുണ്ടോ? അങ്ങനെ ഓരോന്ന് കിട്ടിയിട്ടല്ലേ ജയിക്കുന്നേ. നിലമ്പൂരിൽ ഞങ്ങൾ സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇനി അത് കൂടുതൽ വോട്ടോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നതിലൂടെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് വിജയിപ്പിച്ചയക്കുക. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി, എന്തെങ്കിലും മതിയല്ലോ. സഖാവ് M സ്വരാജിനെ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണമെന്ന് പറയുക മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുക കൂടി ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയൊരു കഥ പറയുന്നത് RSP നേതാവ് ഷിബു ബേബി ജോണാണ്. ഒരു ഗൂഢാലോചന സിദ്ധാന്തം. M സ്വരാജിനെ എന്തുകൊണ്ട് CPM സ്ഥാനാർത്ഥിയാക്കി? കഥ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരൻ, വായനയുണ്ട്, പാണ്ഡിത്യമുണ്ട്, എല്ലാം ഉണ്ട്. മറ്റാരേക്കാൾ നിലമ്പൂരിന്റെ വികാരം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം എന്താണ്, ഇവരാലോചിച്ചപ്പോൾ കെഞ്ചി പറഞ്ഞു, എന്നെ അങ്ങോട്ട് വിടല്ലേ വിടല്ലേ, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. നേരത്തെ പരസ്യമായിട്ട് പറഞ്ഞു. ഇതിനുശേഷം ഇതിന്റെ ആലോചന നടന്ന സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയസാധ്യത ഏറെയുള്ള ഇരിക്കൂറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്നാണ് എന്റെ അഭിപ്രായം. ഇരിക്കൂറിന് പകരം മറ്റേതെങ്കിലും മണ്ഡലത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്തിനാ? ഇരിക്കൂറിൽ നമുക്ക് ജയം സുനിശ്ചിതമാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി വസീഫിനെ നിർത്തുക, എന്നെ എന്തിനാണ് നിർത്തുന്നതെന്ന് വരെ ചോദിച്ചു. പക്ഷേ അവിടുത്തെ വിധികർത്താവായി നിൽക്കുന്ന വ്യക്തി തീരുമാനം നൽകി. എന്താ കാര്യം? ഇപ്പൊ കേരള ഭരണം കുറെ നാളായിട്ട് നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഇവിടെ ഭരണമല്ലല്ലോ, പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കമാണല്ലോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിരീടാവകാശിയെ തീരുമാനിച്ചു കഴിഞ്ഞു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ കിരീടാവകാശിയെ അല്ലെങ്കിൽ സ്ഥാനത്തെ കൊണ്ടുവരാനും അതിനുള്ള തടസ്സങ്ങൾ നീക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയല്ലേ നീങ്ങുന്നത്. അതിന്റെ ഭാഗമായി സ്വരാജിന്റെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഉദയഭാനുവിനെ ഒന്ന് ഒതുക്കുക എന്നുള്ളതും സാഗർ സാറിന്റെ ഒരു അജണ്ടയാണ്. എനിക്ക് ഓർമ്മ വന്നത് മഹാഭാരതത്തിൽ ഏകലവ്യന്റെ കഥയുണ്ടല്ലോ.
ദ്രോണാചാര്യർ നോക്കിയപ്പോൾ അർജുനനേക്കാൾ മിടുക്കനായി താഴ്ന്ന ജാതിക്കാരനായ ഏകലവ്യൻ വരുമെന്ന് കണ്ടതുകൊണ്ട് ഏകലവ്യന്റെ വിരൽ ദാനമായി ചോദിച്ചത്, ഗുരുദക്ഷിണയായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തലപ്പത്ത് ഇവിടുത്തെ ദ്രോണാചാര്യനെ സംബന്ധിച്ചിടത്തോളം ആ വിരൽ മുറിച്ചു മാറ്റിക്കൊണ്ട് ആ എതിരാളിയെ ഇവിടെ എന്റെ മരുമകന് നാളെ എതിരായി വരാൻ സാധ്യതയുള്ള ഒരാളിനെ നിലമ്പൂരോടുകൂടി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഈ കഥ പറയാൻ അവസരം ഉണ്ടാക്കുന്ന സാറിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല മുന്നണികൾ ലക്ഷ്യമിടുന്നത്. 2026 നോട്ടം. സെമി ഫൈനലാവും നിലമ്പൂർ. 2026 പ്രതി കിനാവുകൾ കണ്ടു തുടങ്ങി മുന്നണികൾ. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ ചലഞ്ച് ചെയ്യുന്നു. 19 തീയതി തെരഞ്ഞെടുപ്പ് നടന്ന് ഫലം പുറത്തു വരുമ്പോൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടു കൂടി ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണം. ഈ അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ മുഴുവൻ പേര് ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്തിമമായ വിജയം നമ്മുടേതാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. വരുന്ന 19 തീയതിയാണ് പോളിംഗ്. അത് കഴിഞ്ഞിട്ട് 23 തീയതിയാണ് വോട്ടെണ്ണൽ. 23 തീയതി വോട്ടെണ്ണി അതിന്റെ ആദ്യ മണിക്കൂറിൽ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള കുതിപ്പാണ് എം സ്വരാജിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്ന് പറയാനാവണം നമുക്ക്. ആദ്യത്തെ മണിക്കൂറിൽ ജയിച്ചു എന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റാ. ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്. ഉണ്ട്, പക്ഷെ മലവെള്ളത്തിൽ ഒലിച്ചു പോകരുത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ നൽകുന്ന ആര്യാടൻ ഷൗക്കത്തിന് നൽകുന്ന ഈ വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു. 2026 100-ലധികം സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരും. കബഡി കളിക്കുന്നതുപോലെ വളവളാന്നുള്ള ശരീരം മതി. ചെസ്സിന് ബുദ്ധി വേണം. ചെസ് ബോർഡ് നിന്റെ കണ്ണീര് വീഴ്ത്തിയില്ലെങ്കിൽ എന്നതാ നീ ഇങ്ങനെ വിളിച്ചോ. അതും കഴിഞ്ഞ് 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി 2ാം ടേം നമ്മൾ വന്നു. ഇനി 3ാം ടേമും അധികാരത്തിലേക്ക് വരും. അപ്പൊ കുംഭം 3 ഏട്ടന്റെ പട്ടാഭിഷേകം എങ്ങനെ? ഇനി 3ാം ടേമും അധികാരത്തിലേക്ക് വരും. ഇനി BJP ക്യാമ്പിലെ തിരനോട്ടം. കൺവെൻഷന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ എത്തി. സ്ഥാനാർത്ഥിയെ തൊപ്പി ധരിപ്പിക്കുന്നു മന്ത്രി. തോറ്റു തൊപ്പിയിടാനല്ല, വിജയത്തിന്റെ തലപ്പാവണിയാൻ. ആർക്കും സ്വപ്നം കാണാൻ അവകാശമുണ്ടല്ലോ. നമ്മുടെ ബഹുമാനായിട്ടുള്ള കേന്ദ്രമന്ത്രി, നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജ് മായിദ ഇവിടെ കൂടിയിരിക്കുന്ന ആയിരങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. തുടരും തുടരും എന്ന് പറഞ്ഞ് നിൽക്കണ്ട. അത് അയോഗ്യന്മാർ ആ വാക്കെടുത്ത് ഉപയോഗിച്ച് അതിന്റെ അന്തസ് ചോർന്നു പോയിരിക്കുന്നു, കാലഹരണപ്പെട്ടിരിക്കുന്നു. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. ആ 11 വർഷം മുമ്പ് തുടങ്ങി വെച്ച നന്മയുടെ ഭരണം അത് കേരളത്തിലേക്ക് പടരും. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. അത് പിന്നെ ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? പടരണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ആദ്യം ഉപയോഗിച്ച വാക്ക് പടരും. നീ ഇവിടെ തന്നെ മുരടിച്ച് നിന്നുപോയെന്താ? പടർന്ന് പന്തലിച്ചാൽ കൂടെ കയറാൻ പാടില്ലായിരുന്നു. ആ പടർത്തുന്നതിനുള്ള ഒരു സംഘശക്തി, ഇരട്ടച്ചങ്കും അല്ലെ മുച്ചങ്കും ഒന്നും പോരാ, തികയില്ല. വേണ്ട ഇപ്പൊ നേരെ നമുക്കിട്ട് വേണ്ട. നമ്മളിതൊക്കെ കുറെ കണ്ടതാ. അങ്ങ് വടക്ക് നിന്ന് കൊണ്ടുവന്ന ഈ തൊപ്പിയുടെ യഥാർത്ഥ ഗുട്ടൻസ് എന്താണ്? ഒരു പ്രതികാരത്തിന്റെ കഥയാണ് ഈ തൊപ്പിക്ക് പറയാനുള്ളത്. പ്രാഞ്ചേട്ടോ കാലക്കേണ്ടല്ല, ഒരു തോപ്പിയുടെ ആവാർന്നു. തൊപ്പി നിനക്ക് കാണണ്ട. ഉത്തരാഖണ്ഡിന്റെ വിശ്വവിഖ്യാതമായ തൊപ്പിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ തലയിൽ അണിയിച്ചിരിക്കുന്നത്. സിഗ്നേച്ചറാണ് ഉത്തരാഖണ്ഡിന്റെ. ഇത് മിക്കവാറും വേറൊരാളുടെ തലയിലും നിങ്ങൾ നിരന്തരം കാണുന്നുണ്ടാവും, ശ്രീമാൻ നരേന്ദ്രമോദിയുടെ. അപ്പൊ തൊപ്പി എന്ന് പറയുമ്പോ
ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഇത്തിരി അലർജിയൊക്കെ ഉണ്ട്. തൊപ്പി അവരെ ഭയപ്പെടുത്തുന്നുമുണ്ട്. ഞാനിതെല്ലാം കുറച്ച് അടച്ച് പൂട്ടി കുറച്ച് ഞാൻ തന്നെ എഡിറ്റ് ചെയ്താണ് പറയുന്നത്. കാരണം ഇതെടുത്ത് ട്രോളാക്കുന്ന പ്രവർത്തകർ വെട്ടിലാവണം. അതിനുവേണ്ടിയാണ് അവരിനി റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കട്ടെ ആരാണ് ഈ തൊപ്പിയെ ഭയപ്പെടുന്ന ആൾക്കാർ. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രന്റെ അഭിനയിച്ച ശേഷം ഇദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിന്റെ സീറ്റിന്റെ പുറയിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രേ പറയാറുണ്ട്. ഇറങ്ങിപ്പോയോ കയറി വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചോദിച്ചാൽ പറഞ്ഞു തരും. നമ്മളിൽ ഇപ്പൊ വീഡിയോ ഒന്നുമില്ല. അങ്ങനെ സാധനം ഉണ്ടായിരുന്നു. നിനക്ക് കാണണ്ട, എനിക്ക് കാണണ്ട ചങ്ങാതി. ഇയാള് തോൽക്കുമ്പോ താൻ തലയിൽ വെച്ചോ. തോറ്റ ആ സെക്കൻഡ് വെച്ച് ഞാൻ സ്ഥലം വിട്ടോ. എന്നെ അന്വേഷിച്ച് സമയം കളയാണ്ട് നീ മുങ്ങിക്കോ. സ്വതന്ത്രനായി പത്രിക കൊടുത്ത PV അൻവറുമായുള്ള ചർച്ചകളുടെ വാതിൽ UDF അടച്ചുവെങ്കിലും നേതാക്കൾ പലരും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചർച്ചകൾ തുടർന്നുവെന്നാണ് അൻവർ പറയുന്നത്. എന്നാൽ അൻവറിന്റെ പുതിയ ഡിമാൻഡുകൾ കേട്ടതോടെ അവരെല്ലാം വാതിൽ ഒന്നുകൂടി കൊട്ടിയടച്ചു. ഡിമാൻഡുകൾ ഏതൊക്കെയെന്നല്ലേ? പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് പറയണം എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടെന്ന്. എന്നെ ഇന്ന് രാവിലെ 9 മണി വരെ വീണ്ടും വിളിച്ചിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്തപ്പെട്ടവര്. അവര് ഞാൻ മുന്നോട്ട് വെച്ച ചില ഓഫറുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ് കേക്കട്ടെ? ഞാൻ അവരുടെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. VD സതീശനെ UDFന്റെ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല. ഉത്തരം എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്, ഞാൻ പറയുന്നു. കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായിയെ പിണറായിയെ കയറ്റാൻ ഞാനില്ല. അല്ലെന്ന് ഉത്തരം ഇതിന്റെ എല്ലാത്തിന്റെ ഉത്തരം എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്, ഞാൻ പറയില്ല. എന്റെ കൈ ഫ്രീ അല്ല. അല്ലായിരുന്നേ കൊച്ചെ നിന്റെ ഈ കിള്ളി ചോദ്യം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചേനെ. അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യാം. മുഖ്യമന്ത്രി പദം ഏതായാലും നിങ്ങൾ തരില്ല. ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ്. ഇവിടുന്ന് മന്ത്രിസഭയിൽ ആഭ്യന്തരം പിടിക്കാനാണ് എന്റെ തീരുമാനം. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26-ലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെന്റ് ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26-ൽ ഈ UDF ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാനുണ്ടാകും. അതിൽ കുറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ചിരിക്കാനല്ല എന്താ പറയുന്നത്. അതിനൊരു ധാരണയുണ്ട്. സ്വകാര്യമായി ഉണ്ടാക്കിയാൽ മതി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ആഭ്യന്തരം വിട്ടൊരു കാലിരിക്കില്ല. അഭ്യന്തരം എന്ന് പറയാൻ തനിക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത്? പക്ഷേ ആ തീരുമാനം ഉണ്ടാക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട UDFന്റെ എല്ലാ ലീഡർഷിപ്പും വേണം. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് നിങ്ങൾ തന്നെ ആലോചിച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തരം ഞാൻ വിട്ടു തരില്ല. തനിക്ക് കൈയിട്ട് വരാൻ പറ്റിയ ഒരു വകുപ്പ് തന്നാ പോരെ? അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും ഈ പറയുന്ന ഫോറസ്റ്റ് വകുപ്പും എനിക്ക് നൽകണം. എങ്കിൽ വനം മതി, നമുക്ക് സാവധാനം വെളുപ്പിച്ചെടുക്കാം. അതിന് യോഗ്യതയിലൊന്നും മാത്രം ആരും പറയരുത്. കാരണം ഞാൻ കാടിന്റെ മകനാണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറപ്പ് നൽകിയാൽ ഇതുകൊണ്ട് എനിക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇനിയൊരു പിണറായിയെ സൃഷ്ടിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് തന്നെ എന്റെ സ്റ്റാൻഡ്. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? സിറ്റിയിൽ 10 സെന്റ് സ്ഥലം ചോദിക്കുക, പട്ടിക്ക് അപ്പി ഇടാനും മുള്ളാനും. ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇനി ആരും എന്താ പറയാ എന്നെ മത്സരത്തിന് പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം ഞാൻ UDFന്റെ കൊലായിലെ ആ സ്റ്റെപ്പിലിരിക്കുകയാണ്. അവിടെ വന്ന് എനിക്കൊരു ചവിട്ടും തന്ന് വാതിലടച്ചു ശ്രീ VD സതീശൻ. സത്യത്തിൽ LDF UDFന് ഇട്ടുകൊടുത്ത ഒന്നൊന്നര പണിയായിപ്പോയി അൻവർ വിഷയം. VD സതീശൻ അത് ആദ്യം മനസ്സിലാക്കിയെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ പിന്നെയും സമയമെടുത്തു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ കത്രിക ചിഹ്നം തെരഞ്ഞെടുത്തതിന്റെ കാരണം കൂടി കേൾക്കാം. സ്വതന്ത്രനായ PV അൻവറിന്റെ ചിഹ്നം കത്രിക. ഞാൻ എന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിലെങ്ങനെയൊക്കെ അത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ കോലത്തിൽ നിൽക്കേണ്ടി വന്നത് പിണറായിയും VD സതീശനും കൂടിയിട്ടുള്ള എന്നെ കത്രികപ്പൂട്ടിൽ കുടുക്കിയതാണ്. ആ കത്രികപ്പൂട്ടിനെ കത്രിക കൊണ്ട് തന്നെ നേരിടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം, ഒരു 20 സെന്റ് സ്ഥലം. ഇങ്ങനെ അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു വില്ലന്മാരെ. രണ്ടാമത് എല്ലാത്തരം പിണറായിസത്തിന്റെയും അടിവേര് ആളുകളെ ഇങ്ങനെ മുറിക്കും, മനസ്സിലായില്ലേ?
അതൊരു സ്മൂത്ത് കട്ടിംഗ് ആണ്. നമ്മൾ സാധാരണ കത്തി കൊണ്ട് മുറിക്കുമ്പോൾ വെട്ടണം. അപ്പോൾ ഇവിടെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഈ ആക്ഷനിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഒരാളും അറിയില്ല, അടിവേരി ഇങ്ങനെ വെട്ടി പോകുമ്പോഴത്തെ പാവപ്പെട്ട വോട്ടർമാർ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു വെച്ചു. അതൊരു ചരിത്ര സംഭവമായി മാറും. ഈ കത്രിക ഒരു സാധാരണ സംഭവമല്ല. ഈ കത്രിക പൂട്ടിവിട്ട 2 വ്യക്തികളെ, പിണറായിയെയും അതുപോലെ തന്നെ വി ഡി സതീശനെയും, ജനങ്ങൾ യഥാർത്ഥ കത്രിക കൊണ്ട് വെട്ടി ആ കത്രിക പൂട്ടിൽ നിന്ന് എന്നെ റിലീസ് ചെയ്യുന്ന ഒരു കാഴ്ച ഇവിടെ കാണാം. കുളം 6 സെന്റ് കുളം അല്ലേ? അയ്യോ, കൊളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ കുളത്തിൽ എങ്ങനെ വീഡിയോ ഒക്കെ ഞാൻ ചോദിച്ചാൽ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്ക്. അതും ആരും അറിയില്ല. കത്രിക കൊണ്ട് വെട്ടുമ്പോൾ എന്ത് സ്മൂത്തായിട്ട് വെട്ടുക, സാധനം മുറിയും. നമ്മൾ എന്തുകൊണ്ട് വെട്ടിയാലും സൗണ്ട് ഉണ്ടാവും. പക്ഷെ കത്രികൻ്റെ ഒരു പ്രത്യേകത, അങ്ങനെ സോഫ്റ്റായിട്ട് ഇലക്ഷൻ വോട്ടിംഗ് മുന്നോട്ട് പോകും. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? വക്രദൃഷ്ടി